വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF വിമതർ ഇല്ല എന്ന് പറയുമ്പോഴും ഒന്നും രണ്ടുമൊക്കെ ആളുകൾ വിമത സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ ഉള്ളത്. സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അരണക്കൽ വാർഡ് കൺവീനർ DMK-യിൽ ചേരുകയും സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് എത്തുകയുമാണ്. ഇതോടൊപ്പം തന്നെ 22-ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകൻ കബീർ താന്നിമുട്ടിലും വിമത സ്ഥാനത്തേക്ക്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന് നേതൃത്വം പറയുമ്പോഴും ഒന്നും രണ്ടും ആളുകൾ വിമത സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ ഉള്ളത്. പഞ്ചായത്തിന്റെ അരണക്കൽ 15-ാം വാർഡിൽ UDF കൺവീനറായിരുന്ന കരിയുഗവർദ്ധൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല. ഉടൻ തന്നെ കൺവീനറും ഒപ്പം കുടുംബാംഗങ്ങളും തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ പാർട്ടിയായ DMK-യിൽ ചേരുകയും സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് എന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഠിനமாக வேலை செஞ்சு கொடுத்து காங்கிரஸில் அவ்வளோ காரியங்கள் செய்து கொடுத்தேன். இப்போ அதை நல்ல ரீதியில் கொண்டு போகிறதுக்கு அளவுக்கு எனக்கு காங்கிரஸில் கிடையாது. அதனால் நான் இப்போ DMK சேர்ந்து நாளையிலேருந்து வேலை தொடங்க போகிறேன். வந்தோம். ஆனால் இப்போ சமீப காலமாயிட்டு காங்கிரஸுக்குள்ள ஒரு மதிப்பும் ஒரு எந்த விதமான ரொம்ப கீழ்த்தரமாக நடத்தக்கூடிய செயல்களில் இருக்கிறதுனால நாங்கள் இதுமாதிரி இந்த DMK-யில் சேர்ந்து പ്രവർത്തിക്കലാണെന്ന് തീരുമാനിച്ചിരിക്കപ്പെട്ടു. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 22-ാം വാർഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസ് പ്രവർത്തകൻ ആയിരുന്ന കബീർ താന്നിമുട്ടിൽ വിമത സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2015-ലും വിമത സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരരംഗത്ത് കബീർ താന്നിമുട്ടിൽ ഉണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PR അയ്യപ്പനും വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കബീർ താന്നിമുട്ടിലും പരാജയപ്പെടുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK സുരേന്ദ്രനാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായത്. പിന്നീട് KK സുരേന്ദ്രൻ LDF-നൊപ്പമാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇത്തവണ വീണ്ടും UDF-നൊപ്പം പ്രവർത്തിക്കാനാണ് നാമനിർദ്ദേശ പത്രിക KK സുരേന്ദ്രൻ ഇന്നലെ നൽകിയിട്ടുള്ളതും. വിമത സ്ഥാനത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും UDF-നിടയിൽ നിലനിൽക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.